ഹലോ മാനിഫെസ്റ്റേഴ്സ്, സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഡേ 5 നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ ജേർണിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും കഴിയുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം എനിക്കൊന്ന് നിങ്ങൾ എത്ര പേര് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ജേർണി ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഞാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളാണ് അല്ലേ. പൊതുവേ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും അറിയാതെ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് ഒരു മെന്റർ ഉണ്ടെങ്കിൽ, ഇപ്പം എന്നെ പോലെയുള്ള ആളുകളൊക്കെ മെന്റർഷിപ്പ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഈസിയാണ്. അപ്പോൾ ഇന്നത്തെ ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. എന്താ വിഷ്വലൈസേഷൻ? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ കാര്യം നമുക്ക് നേടിയെടുക്കണം. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ഒരു പ്രാക്ടീസാണ് സത്യത്തിൽ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഉള്ള ആഗ്രഹം, ആ ആഗ്രഹം ഓൾറെഡി നമുക്ക് നേടിയെടുത്തതായിട്ട് വിശ്വസിപ്പിക്കണം നമ്മുടെ മനസ്സിനെ. അപ്പോഴാണ് അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും സന്ദർഭങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു 10 മിനിറ്റൊക്കെ ധാരാളമാണ് ഒരു ദിവസത്തിൽ. ഇനി ഈ ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിൽ നിങ്ങൾക്ക് സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എപ്പോഴാണോ ചെയ്യാൻ പറ്റുക അപ്പോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതൊരു ഫ്രീ സെഷനാണ്. സാധാരണ രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചാണെന്ന് മാത്രം വിചാരിക്കുക. ഒപ്പം ഹാപ്പി ആയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങാം. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ ഇതിനകം നേടിയെടുത്തതായിട്ട് സങ്കല്പിക്കുന്ന ഒരു പ്രോസസ്സാണ് വിഷ്വലൈസേഷൻ. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കണം. ഇത് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് റിയാലിറ്റി ആയിട്ട് മാറാൻ തുടങ്ങും. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കോമൺ കാര്യം വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം. അതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഇനി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഒരു അഫർമേഷൻ വേണ്ടേ? ആ അഫർമേഷൻ കൂടി പറഞ്ഞു തരാം. എൻ്റെ ലക്ഷ്യങ്ങൾ ഓരോ ദിവസവും എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു അഫർമേഷൻ ഇന്ന് മുഴുവനായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എന്ന് പറയാം. നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, കണ്ണുകൾ അടച്ച് നട്ടല് നിവർന്നിരിക്കാം. ഞാനിനി നിങ്ങൾക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരെയൊക്കെ നമ്മളുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയുടെ ഭാഗമാക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ഡെയിലി ട്രാൻസ്ഫോർമേഷൻ ജേർണി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. സാധാരണ ശ്വാസം ഉള്ളിലേക്ക്, സാധാരണ ശ്വാസം പുറത്തേക്ക്. ഒന്നുകൂടി ചെയ്യാം. സാധാരണ ശ്വാസം ഉള്ളിലേക്ക്, സാധാരണ ശ്വാസം പുറത്തേക്ക്. ഒരു വ്യക്തമായ ലക്ഷ്യത്തെ തിരഞ്ഞെടുക്കാം. ഒരു സമയം ഒരു ലക്ഷ്യം, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വേണ്ട ജോലി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബിസിനസ് തുടങ്ങുന്നത്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം, ഇതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്താണോ നിങ്ങളുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുപോകാം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ ആ ലക്ഷ്യം നിങ്ങൾ നേടിയതായി സങ്കല്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു യാത്ര പോകാം. നിങ്ങളുടെ ലക്ഷ്യം ഇതിനകം നിങ്ങൾ നേടിയതായി മനസ്സിൽ കാണാം. ഉദാഹരണത്തിന്, ഞാൻ എൻ്റെ സ്വപ്നമായ ജോലിയിൽ പ്രവേശിക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പരിപൂർണമായ ആരോഗ്യവതിയായിരിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യവാനായിരിക്കുന്നു. അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത്, ആ കാര്യം നിങ്ങൾ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണ് ഈ നിമിഷം കാണുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇരിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇമോഷണലി ഇപ്പോൾ ഫീൽ ചെയ്യാം. നിങ്ങളുടെ കണ്ണും മൂക്കും വായും സ്പർശനവും അല്ലെങ്കിൽ രുചിയും ഒക്കെ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എല്ലാ ഇന്ദ്രിയങ്ങളും നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങൾക്ക് ഈ ആഗ്രഹം നേടിയെടുക്കാനായി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നു. ഫീൽ ചെയ്യാം, ഇമോഷണലി ഫീൽ ചെയ്യാം. സാവകാശം,
നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? സന്തോഷമാണോ, അഭിമാനമാണോ, അതോ ആത്മവിശ്വാസമാണോ, അതോ ഗ്രാറ്റിറ്റ്യൂഡാണോ നിങ്ങൾ പറയുന്നത്? എല്ലാ വികാരങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് വാക്കുകളേക്കാൾ നിങ്ങളുടെ വികാരങ്ങളോട് ശക്തമായി പ്രതികരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനായി സഹായിക്കുന്ന കുറച്ച് അഫർമേഷൻ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നു. ഞാൻ ആത്മവിശ്വാസവും ശക്തിയും നിറഞ്ഞ വ്യക്തിയാണ്. സമൃദ്ധിയും വിജയവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഓരോ ദിവസവും എൻ്റെ സ്വപ്ന ജീവിതത്തിലേക്ക് മുന്നേറുന്നു. താങ്ക് ഗോഡ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗുരു. ഇനി അവസാന സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളോടൊപ്പം ഇത് അവസാനിപ്പിക്കാം. അതായത് വിഷ്വലൈസേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ സ്വയമായി ചോദിക്കേണ്ടത്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇന്ന് ഞാൻ ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം എന്താണ്? അതിനുശേഷം നിങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് മാത്രം ശ്രദ്ധയെ കൊണ്ടുവരിക. കാരണം വിഷ്വലൈസേഷൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്താണോ ആവശ്യമുള്ള കാര്യം അതുകൂടി പ്രവർത്തിച്ചാലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിൽ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ നിങ്ങൾ 30 ദിവസവും ഈ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ആഗ്രഹമുള്ള ലക്ഷ്യത്തിലേക്ക് ആവശ്യമുള്ള ആക്ഷൻ കൂടി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി നിങ്ങളിലേക്ക് എത്തിച്ചേരട്ടെ. താങ്ക് യു.